ആരോഗ്യ വാർത്തകളിലേക്ക് തിരികെ സ്വാഗതം. അൾസർ കാരണങ്ങളും ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ എ ഷാനിദാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, പൊതുവെ എന്തൊക്കെ തരം ഉദരരോഗങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്? നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉദരരോഗങ്ങൾ വളരെ കൂടി വരുന്നതായി കാണപ്പെടുന്നു. പ്രധാനമായിട്ടും പെപ്റ്റിക് അൾസർ ഡിസീസാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ഉദരരോഗം. അതുകൂടാതെ ഗാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസ്, ഫങ്ഷണൽ ഡിസ്പെപ്സിയ എന്നീ രോഗങ്ങളും വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നു. ഇതുകൂടാതെ ആമാശയത്തിലെയും അന്നനാളത്തിലെയും ക്യാൻസർ, ഇതുകൂടാതെ വൻകുടലിലെ ക്യാൻസർ എന്നിവയും വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇതുകൂടാതെ ചെറുകുടലിലെയും വൻകുടലിലെയും അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് എന്നീ രോഗങ്ങളും നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നു. ഇതിലെല്ലാം കൂടുതലായിട്ട് കാണപ്പെടുന്നത് പെപ്റ്റിക് അൾസർ ഡിസീസ് തന്നെയാണ്. ഡോക്ടർ, ഈ അൾസർ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. എന്താണ് ഈ അസുഖം വരാനുള്ള കാരണം എന്താണ്? പെപ്റ്റിക് അൾസർ ഡിസീസ് എന്ന് പറയുന്നത് ആമാശയത്തിൽ ഉണ്ടാകുന്ന വ്രണങ്ങളാണ്. പ്രധാനമായും ആമാശയത്തിലും ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് ഡുവോഡിനം എന്ന് പറയുന്ന ഭാഗത്തും ഉണ്ടാകുന്ന വ്രണങ്ങളാണ് പെപ്റ്റിക് അൾസർ ഡിസീസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നതിന് കാരണം നമ്മുടെ ആമാശയത്തിൽ അമ്ലത്തിൻ്റെ, അത് ആസിഡിൻ്റെ അളവ് വളരെ കൂടുതൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. അൾസറിൻ്റെ പ്രധാനമായും ഈ ആസിഡ് കൂടാനുണ്ടാകുന്ന കാരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷനാണ്. ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ എന്ന ബാക്ടീരിയ ആമാശയത്തിൽ വളരുമ്പോൾ കൂടുതൽ അമ്ലം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അൾസർ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതുകൂടാതെ അൾസർ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മരുന്നുകളുണ്ട്, വേദന സംഹാരികൾ. അതായത് തലവേദന, നടുവേദന, മുട്ടുവേദന എന്നിവയ്ക്ക് കഴിക്കുന്ന വേദന സംഹാരികൾ, ഇവയെല്ലാം അൾസറിന് കാരണമാകുന്നു. ഇതുകൂടാതെ ഹൃദയ സംബന്ധമായ അസുഖമുള്ള രോഗികൾ അവ കഴിക്കുന്ന ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ എന്നീ ഗുളികകളും അൾസറിന് കാരണമാകുന്നു. ഇതുകൂടാതെ ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് പുകവലി, അമിത മദ്യപാനം, ഇവയെല്ലാം അൾസറിന് കാരണമാകുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ഈ ജീവിതശൈലിയിലുണ്ടാകുന്ന വ്യത്യാസം, അതായത് നമ്മുടെ സ്ട്രെസ്ഫുൾ ലൈഫ്, കൂടുതൽ മാനസികമായ പിരിമുറുക്കം, മാനസികമായ പിരിമുറുക്കം, ടെൻഷൻ, ഇവയെല്ലാം അൾസറിന് കാരണമായി കാണപ്പെടുന്നു. ഡോക്ടർ, ഈ ജനിതക കാരണങ്ങളും അൾസറിന് കാരണമാകുന്നതായിട്ട് ഇപ്പോൾ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണ്? അതെ, ചില കുടുംബങ്ങളിൽ അൾസർ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് ചില ജനറ്റിക് വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ അൾസർ കാണപ്പെടുന്നത്. പ്രധാനമായും ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ഉള്ള രോഗികൾക്ക് കൂടുതൽ അൾസർ കാണപ്പെടുന്നു. ഡോക്ടർ, ഈ അൾസർ എന്ന രോഗത്തെക്കുറിച്ചൊന്ന് പറയാമോ? എന്താണ് അൾസർ? അൾസർ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി നമ്മുടെ ആമാശയത്തിലും ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്തും ഉണ്ടാകുന്ന വ്രണങ്ങളാണ് അൾസർ എന്ന് പറയുന്നത്. ഇവ പൊതുജനങ്ങൾ ഇവ ഗ്യാസ്ട്രബിൾ എന്ന് പറയുമെങ്കിലും പെപ്റ്റിക് അൾസർ ഡിസീസ് എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം പറയുന്നത്. ഈ അൾസർ ഒരുപാട് തരത്തിലില്ലേ? പെപ്റ്റിക് അൾസറിനെ കുറിച്ച് താങ്കൾ പറയുകയുണ്ടായി. വേറെ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? പെപ്റ്റിക് അൾസർ ഡിസീസ് എന്ന് പറയുന്നത് ഗാസ്ട്രിക് അൾസർ ഉണ്ട്. അത് സ്റ്റൊമക്കിൽ വരുന്നത്, ആമാശയത്തിൻ്റെ ഭാഗത്ത് വരുന്ന അൾസറാണ് ഗാസ്ട്രിക് അൾസർ. പിന്നെ ഡുവോഡനൽ അൾസർ, അതായത് ഡുവോഡനം എന്നത് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്ന അൾസറാണ് ഡുവോഡനൽ അൾസർ എന്ന് പറയുന്നത്. ഇവരാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന അൾസർ. പിന്നെ ചെറുകുടലിൻ്റെ ജജനം എന്ന് പറയുന്ന ചെറുകുടലിൻ്റെ പിൻഭാഗത്തുണ്ടാകുന്ന അൾസറിന് ജജനൽ അൾസർ എന്ന് പറയുന്നു. ഡോക്ടർ, ഈ അൾസറിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? മറ്റ് ഉദരരോഗങ്ങളിൽ നിന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വയറുവേദന, അതായത് വയറ്റിലുണ്ടാകുന്ന എരിച്ചിൽ, പിന്നെ ഗ്യാസ് വീർത്തിരിക്കുന്ന പോലുള്ള അവസ്ഥ, നെഞ്ചരിച്ചിൽ, പിന്നെ പുളിച്ചത് കെട്ടൽ, പിന്നെ ചിലപ്പോൾ ചില രോഗികൾക്ക് ഓർക്കാനം, ഛർദിൽ എന്നിവ കാണപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് രക്തസ്രാവം ഉണ്ടാകാറുണ്ട്. അതായത് ബ്ലഡ് ഛർദ്ദിക്കുക, മലത്തിൽ കൂടെ ബ്ലഡ് പോവുക എന്നിവ കോംപ്ലിക്കേഷൻ ആയിട്ട് വരാറുണ്ട്. ഡോക്ടർ, ഇന്നത്തെ കാലത്ത് ഈ ഒരുപാട് ടെൻഷൻ പിടിച്ച ജോലി ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതലായി അൾസർ കണ്ടുവരുന്നു. ഈ സ്ട്രെസ്സും അൾസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോഴത്തെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം നമ്മുടെ ജീവിതം വളരെ ഫാസ്റ്റായി കൊണ്ടിരിക്കുകയാണ്. അതായത് സ്ട്രെസ്സ് കൂടുന്തോറും, മാനസികമായ പിരിമുറുക്കം കൂടുന്തോറും നമ്മുടെ ആമാശയത്തിൽ അമ്ലത്തിൻ്റെ, അതായത് ആസിഡിൻ്റെ, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം വളരെ കൂടുന്നു. ഈ ആസിഡ് ആമാശയത്തിൽ ഇഞ്ചുറി ഉണ്ടാക്കുകയും അങ്ങനെ വ്രണം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മാനസിക പിരിമുറുക്കം ഒരു പ്രധാനപ്പെട്ട കാരണമായി അൾസറിന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ഈ രോഗനിർണയം എങ്ങനെ സാധ്യമാകും? എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇപ്പോൾ ഉള്ളത്? പ്രധാനമായും അൾസർ ഉള്ള രോഗികളുടെ ലക്ഷണങ്ങളുള്ള രോഗികൾ നമ്മൾ പ്രധാനമായും എൻഡോസ്കോപ്പി വഴിയാണ് അത് രോഗനിർണയം നടത്തുന്നത്.
എൻഡോസ്കോപ്പി എന്ന ടെസ്റ്റാണ് ഏറ്റവും ഫലവത്തായ ടെസ്റ്റ്. ഇതിനു മുമ്പ് പണ്ടെല്ലാം ചെയ്യുന്നത് ബാരിയം ടെസ്റ്റ് എന്ന എക്സ്റേ എടുത്തുള്ള ടെസ്റ്റുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ എൻഡോസ്കോപ്പി എന്ന ടെസ്റ്റ് വളരെ ഫലപ്രദമാണ്. വളരെ തുച്ഛമായ സമയത്തിനുള്ള, അതായത് 5 മിനിറ്റുകൾക്കകം ഈ ടെസ്റ്റ് നടത്തുകയും അതിൻ്റെ റിസൾട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്യും. ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എൻഡോസ്കോപ്പ് എന്ന ക്യാമറ കടത്തിയ ട്യൂബ് നമ്മുടെ ആമാശയത്തിലോട്ട് കടത്തി നോക്കിയിട്ട് അതിൻ്റെ നേരിട്ടുള്ള അതിൻ്റെ വീക്ഷണമാണ് സാധ്യമാകുന്നത്. അതുകൂടാതെ അൾസറിൻ്റെ കോംപ്ലിക്കേഷൻസ്, അതായത് എന്തെങ്കിലും ബ്ലീഡിങ്ങോ അതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ബയോപ്സി എടുത്ത് നോക്കുന്നതിനും എൻഡോസ്കോപ്പി സാധ്യമാകുന്നതാണ്. എൻഡോസ്കോപ്പി ചെയ്യുന്നത് പ്രധാനമായും വളരെ തുച്ഛമായ ചിലവിലാണ് ചെയ്യപ്പെടുന്നത്. ഈ എൻഡോസ്കോപ്പി ടെസ്റ്റ് വളരെ OP പ്രൊസീജിയറായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതായത് രോഗിയെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, രോഗി അന്ന് തന്നെ വീട്ടിൽ പോകാം. വേറെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ. അതാണ് അൾസറിന് വേറെ പ്രധാനപ്പെട്ട കാരണമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് ഏതാണ്ട് 2-3 ദശകങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിക്കപ്പെട്ടതാണ്. ഇത് പ്രധാനമായും അൾസർ ഉണ്ടാകുന്ന അമ്ലം, അതായത് ആസിഡിൻ്റെ ഉൽപ്പാദനം വളരെയധികം കൂട്ടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അൾസറുള്ള സസ്പെക്ട് ചെയ്യുന്ന, അതായത് ലക്ഷണങ്ങളുള്ള രോഗികൾക്കും നമുക്ക് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന രോഗാണു രക്തത്തിൽ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ബയോപ്സി എടുത്തിട്ട് അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന ബാക്ടീരിയയുടെ അംശം നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ അതിന് ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ട്, അത് തീർച്ചയായും കഴിക്കണം. അത് ഈ അൾസറിനെ ഭേദപ്പെടുത്താൻ സഹായിക്കും. ഡോക്ടർ, ഈ വായിലെ അൾസറും പൊതുവെ കണ്ടുവരുന്നൊരു വേറൊരു രോഗമാണ്. ഈ വായിലെ അൾസറിനും ഉദര അൾസറിനും ഒരേ കാരണങ്ങൾ തന്നെയാണോ? ഈ വായിലെ അൾസർ എന്ന് പറയുന്നത് ആഫ്റ്റസ് അൾസർ എന്നാണ്. ഇത് പ്രധാനമായും കൂടുതൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്, പിന്നെ സ്ട്രെസ് കൊണ്ടും വരാറുണ്ട്. ഈ പെപ്റ്റിക് അൾസർ ഡിസീസുമായിട്ട് ഇതിന് വല്ല ബന്ധം കാണപ്പെടുന്നില്ല. ചിലപ്പോൾ ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസ്, അതായത് നെഞ്ചരിച്ചിൽ, പുളിച്ചു കെട്ടൽ എന്നിവയുള്ള രോഗികൾക്ക് ചിലപ്പോൾ ഈ തൊണ്ടയിൽ എന്തോ തങ്ങി നിൽക്കുന്നതായിട്ടുള്ള തോന്നാറുണ്ട്. അവയ്ക്ക് ചിലപ്പോൾ അൾസർ കാണാറുണ്ട്. പക്ഷേ കൂടുതലും പെപ്റ്റിക് അൾസർ ഡിസീസ് എന്ന് പറയുന്നത് വേറെ ഒരു രോഗമാണ്. ആഫ്റ്റസ് അൾസർ ഡിസീസ് എന്ന് പറയുന്നത് വേറെ രോഗമാണ്. ഡോക്ടർ, ഇപ്പോൾ അൾസറിന് ഇപ്പോൾ നിലവിൽ എന്തൊക്കെ ചികിത്സകളാണ് ഉള്ളത്? പ്രധാനമായും പണ്ട് 2-3 ദശാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഓപ്പറേഷനായിരുന്നു പ്രധാനമായിട്ട് ചെയ്തിരുന്നത്, സർജറി. അതായത് പ്രധാനമായും സർജൻസാണ് ഇതിനെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വളരെ ഫലപ്രദമായ മരുന്നുകൾ ഇതിന് ലഭ്യമാണ്. അതായത് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആൻറ്റാസിഡ്സ് എന്ന് പറയുന്ന ഗുളികകൾ കണ്ടുപിടിക്കപ്പെട്ടു. അത് പ്രത്യേകിച്ച് താൽക്കാലികമായ ശമനം മാത്രമേ നൽകുന്നുള്ളൂ. അതിനുശേഷം ഹിസ്റ്റമിൻ ബ്ലോക്കർ, H2 ബ്ലോക്കേഴ്സ് എന്ന ഗുളികകൾ കണ്ടുപിടിക്കപ്പെട്ടു. അതും വളരെ ഫലപ്രദമാണ്. അതിനുശേഷമാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ അതെന്ന് പറയുന്ന ഗുളികൾ വളരെ കുറേ മാർക്കറ്റിൽ ലഭ്യമാണ്. അതിൽ ഒമിപ്രസോൾ, പാൻഡോപ്രസോൾ, ലാൻസോപ്രസോൾ, എസോമിപ്രസോൾ റാബിപ്രസോൾ എന്നീ ഗുളികൾ വളരെ ചീപ്പായിട്ട് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇവയ്ക്ക് വളരെ പാർശ്വഫലങ്ങൾ വളരെ കുറവാണ്. ഈ ഗുളികൾ നമ്മൾ ഒരു 4 to 6 weeks, അതായത് 4 മുതൽ 6 ആഴ്ച വരെ തുടർച്ചയായി കഴിക്കണം. എന്നിട്ട് ഇവ കഴിക്കുന്നതുകൊണ്ട് ഈ അൾസർ പെട്ടെന്ന് ഹീൽ ചെയ്യുകയും വീണ്ടും വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഡോക്ടർ, അൾസറിന് ചില ആൾക്കാരിലെങ്കിലും ശസ്ത്രക്രിയ നടത്തുന്നതായി കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യകതയുണ്ടോ? അതെ, അത് പണ്ടെല്ലാം നമ്മുടെ ഓപ്പറേഷൻ ആയിരുന്നു, സർജറി ആയിരുന്നു മെയിൻ ചികിത്സ. അതായത് ഗാസ്ട്രോജെജിനോസ്റ്റമി, പൈലോറോപ്ലാസ്റ്റി, വെഗോട്ടോമി എന്ന് പറയുന്ന ഓപ്പറേഷൻസ്. പക്ഷേ ഇപ്പോഴേ വളരെ 95% രോഗികൾക്കും നമുക്ക് ഗുളികകൾ കൊണ്ട് ചികിത്സിച്ച്, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ അതുകൊണ്ട് ചികിത്സിച്ച് മാറ്റാൻ കഴിയും. ഈ ബാക്കിയുള്ള 5% ആൾക്കാർക്ക് മാത്രമേ ഈ ഓപ്പറേഷൻ ആവശ്യമായി വരികയുള്ളൂ. പ്രധാനമായി സർജറി ആവശ്യമാകുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നതാണ്. അത് കോംപ്ലിക്കേറ്റഡ് പെപ്റ്റിക് അൾസർ ഡിസീസ് എന്ന് പറയും. ഈ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ബ്ലീഡിങ്, അതായത് രക്തസ്രാവം വരാം. അതായത് പെപ്റ്റിക് അൾസർ ഡിസീസിന് ബ്ലീഡിങ് വന്നിട്ട് രക്തം ഛർദ്ദിക്കുക, മലത്തിൽ കൂടി ബ്ലഡ് പോവുക. ഈ രോഗികൾക്ക് ഓപ്പറേഷൻ ആവശ്യമായി വരാം. പക്ഷേ ഇപ്പോൾ എൻഡോസ്കോപ്പി വഴി തന്നെ അതിനെ ക്ലിപ്പ് ചെയ്യുകയും ഇഞ്ചക്ഷൻ കൊടുക്കുകയും അങ്ങനെ ചികിത്സിക്കുകയും ചെയ്യാൻ പറ്റും. വേറെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ചുരുങ്ങൽ. അതായത് അൾസർ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ സ്റ്റൊമക്കിൻ്റെ, ആമാശയത്തിൻ്റെ ഭാഗം ചുരുങ്ങി ആഹാരം പോകുന്നതിന് തടസ്സം ഉണ്ടാകും. അങ്ങനെയുള്ള രോഗികൾ ഛർദിൽ, അങ്ങനെ വയറുവേദന എന്നിവയായിട്ട് പ്രസൻറ്റ് ചെയ്യും. അങ്ങനെയുള്ള രോഗികൾക്ക് ഓപ്പറേഷൻ ആവശ്യമായി വരാം. അത് ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ രോഗികൾക്ക് തന്നെ എൻഡോസ്കോപ്പി വഴിയും ബലൂൺ ഡയലറ്റേഷൻ വഴി നമുക്ക് അതിൻ്റെ തടസ്സം മാറ്റാൻ പറ്റും.
ഈ ടെക്നിക്ക് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ്. പിന്നെ ഉള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അൾസർ പെനട്രേഷൻ, അതായത് പെർഫറേഷൻ എന്ന് പറയും. ഈ അൾസർ തുറന്ന് ആമാശയം കഴിഞ്ഞിട്ട് അത് മറ്റുള്ള അവയവങ്ങളിലോട്ട് വ്യാപിക്കുകയും അത് പെട്ടെന്നുള്ള ഒരു വയറുവേദനയ്ക്ക് കാരണമാകുകയും അക്യൂട്ട് അബ്ഡമൻ എന്ന് പറയും. അതിന് എമർജൻസി സർജറി ആവശ്യമായിട്ട് വരും. ഇവയാണ് പ്രധാനമായിട്ടും ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 95% നമുക്ക് ഗുളികകൾ വഴി മാറ്റാൻ സാധിക്കും. ഡോക്ടർ, അൾസർ ഒരിക്കൽ വന്ന ആൾക്ക് തന്നെ പിന്നെയും വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തൊരു അസുഖമാണോ? തീർച്ചയായും അല്ല. ഈ അൾസർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 95% ആൾക്കാർക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. പിന്നെ റിഫ്രാക്ടറി പെപ്റ്റിക് അൾസർ ഡിസീസ് എന്ന് പറയുന്നത് വളരെ 5% ആൾക്കാർക്ക് കാണപ്പെടുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചികിത്സ, അതായത് ഗുളികകൾ കറക്റ്റായിട്ട് കഴിക്കാത്തത് കൊണ്ടും പിന്നെ സ്മോക്കിംഗ്, അതായത് പുകവലിയും മദ്യപാനം തുടർച്ചയായി കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടുമാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. പിന്നെ സ്ട്രെസ്സുള്ള ലൈഫ് അത് മാറ്റാത്തത് കൊണ്ടും ആണ്. പിന്നെ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ, ആ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. വേറെയുള്ള അസുഖങ്ങൾ, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് റീനൽ കിഡ്നി തകരാറുള്ള രോഗികൾക്കും ഇങ്ങനെ അൾസർ സ്ഥിരമായി കാണാറുണ്ട്. അത് ചികിത്സിച്ച് മാറ്റിയാൽ അൾസർ ഭേദമാകും. ഈ കൃത്യസമയത്ത് ഇതിനൊരു ചികിത്സ എടുത്തില്ല എങ്കിൽ അത് കൂടുതൽ വഷളാകില്ലേ രോഗം? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മരുന്നുകൾ വളരെ കൃത്യസമയത്ത് കഴിക്കുകയും ആഹാര രീതിയിൽ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. ആഹാരം കറക്റ്റായിട്ട് 3 നേരവും കറക്റ്റായിട്ട് കഴിക്കുകയും ചെയ്താൽ മാത്രമേ ഈ അൾസർ സമയത്ത് അത് ഹീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരികയും വീണ്ടും റെക്കറൻസ്, അതായത് വീണ്ടും അൾസർ തിരിച്ചു വരികയും ചെയ്യും. ഡോക്ടർ, ഈ അൾസർ രോഗികളുടെ ഭക്ഷണ കാര്യത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് അവർ കഴിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം? നേരത്തെ പറഞ്ഞതുപോലെ അൾസറിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആഹാര രീതിയിലുള്ള വ്യത്യാസമാണ്. ആഹാരത്തിൽ ക്രമം തെറ്റിയുള്ള ആഹാരം കഴിക്കുക, അതായത് സമയത്ത് ആഹാരം കഴിക്കത്തില്ല, കൂടുതൽ ഇടതെറ്റി കഴിക്കുക, കൂടുതൽ ആമാശയത്തിൽ അമ്ലം ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകും. അതുകൊണ്ട് കൂടുതൽ അൾസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സമയത്ത് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക, ഗുളികകൾ കറക്റ്റായിട്ട് കഴിക്കുക. പിന്നെ ചിലപ്പോൾ പറയാറുണ്ട് സ്പൈസി, അതായത് എരിവും പുളിയും കൂടുതൽ ആഹാരങ്ങൾ കൂടുതൽ കഴിച്ചാൽ അൾസർ ഉണ്ടാകുന്നു. പക്ഷേ അത് ചില പുതിയ സ്റ്റഡീസ് കാണിക്കുന്നത് ഇത്തരം എരിവും പുളിയും കൂടുതൽ ആഹാരങ്ങൾ കഴിക്കുന്നത് അൾസറുമായിട്ട് വലിയ ബന്ധമില്ല എന്നാണ്. എന്നാൽ ചില രോഗികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ അൾസർ ഉണ്ടാകുന്ന ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. ഡോക്ടർ, താങ്കൾ പറയുകയുണ്ടായി ചില വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ അത് അൾസറിന് കാരണമാകുമെന്ന്. ഇത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ അൾസർ ഉണ്ടാകുന്ന വേദന സംഹാരികൾ, നടുവേദന, മുട്ടുവേദന, ബാക്ക് പെയിൻ, അതായത് ജോയിൻറ്റ് വേദന എന്നിവയ്ക്കെല്ലാം കഴിക്കുന്ന വേദന സംഹാരികൾ, ഇവയെല്ലാം ദീർഘനാൾ കഴിക്കുന്ന രോഗികൾ, പിന്നെ ഈ കാർഡിയാക്, അതായത് ഹൃദയ സംബന്ധമായ അസുഖമുള്ള രോഗികൾ കഴിക്കുന്ന ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രിൽ എന്നീ ഗുളികകളും അൾസറിന് കാരണമാകുന്നു. ഈ ഗുളികൾ സ്ഥിരമായി കഴിക്കുന്ന രോഗികൾ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ അവരുടെ ശരീരത്തിലുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ബ്ലഡ് വഴി ടെസ്റ്റ് ചെയ്യാം, അതിൽ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ അതിന് ബയോപ്സി എടുത്ത് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ പോസിറ്റീവ് ആകുന്ന രോഗികൾ അതിൻ്റെ ആൻറ്റിബയോട്ടിക് ഉണ്ട്. ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷന് 2 ആൻറ്റിബയോട്ടിക്കുള്ള കോഴ്സ് 10 to 14 days 10 മുതൽ 14 ദിവസം കഴിക്കണം. ഇത് കഴിച്ചാൽ അത് വീണ്ടും അൾസർ വരാൻ വളരെ സാധ്യത കുറവാണ്. ഇതുകൂടാതെ അൾസർ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗികൾ ഇത്തരം അൾസർ ഉണ്ടാകുന്ന ഗുളികകൾ കഴിക്കുമ്പോൾ PPA, അതായത് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, അതായത് തുടർച്ചയായി കഴിക്കേണ്ടിയിരിക്കുന്നു. ഇവയും അൾസർ വളരെ ഉണ്ടാകാൻ സാധ്യത കുറയ്ക്കും. ഡോക്ടർ, അൾസറിനുള്ള മരുന്ന് എത്ര നാൾ കഴിക്കേണ്ടി വരും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അൾസർ ഉണ്ടാകുന്ന മരുന്നുകൾ പ്രധാനമായും കഴിക്കുന്നത് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററാണ്. അതായത് ഒമിപ്രസോൾ, ലാൻസോപ്രസോൾ, റാബിപ്രസോൾ എന്നീ ഗുളികകൾ, പിന്നെ എസോമിപ്രസോൾ, ഇവയെല്ലാം 4 മുതൽ 6 ആഴ്ച വരെ തുടർച്ചയായി കഴിക്കണം. എന്നാലേ അതിൻ്റെ അൾസർ ഉണങ്ങാൻ കഴിയുള്ളൂ. പിന്നെ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതിനുള്ള ആൻറ്റിബയോട്ടിക്സ്, അതായത് 2 ആൻറ്റിബയോട്ടിക്സ് ഉൾപ്പെടുന്ന ഗുളികകൾ, അത് കോഴ്സ് 10 മുതൽ 14 ദിവസം വരെ തുടർച്ചയായി കഴിക്കണം. വളരെയധികം നന്ദി ഡോക്ടർ, ആരോഗ്യ വാർത്തകളോട് സഹകരിച്ചതിന്. അൾസർ കാരണങ്ങളും ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകളിൽ നിന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ എ ഷാനിദാണ്. നന്ദി ഡോക്ടർ.
ആത്മാർത്ഥതയും സത്യസന്ധതയും ഉൾക്കൊണ്ട് സേവനരംഗത്ത് പ്രവർത്തിക്കാൻ നിയുക്തരായവരാണ് നഴ്സുമാരെന്ന് പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ. അമൃത നഴ്സിംഗ് കോളേജിലെ 11ാം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രഹ്മചാരി അനഘാമൃത ചൈതന്യ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത നഴ്സിംഗ് കോളേജിന്റെ 11ാം വാർഷികാഘോഷ പരിപാടികൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടന്നു. പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സത്യസന്ധത തീരെ കുറഞ്ഞുവരുന്ന ഇന്നത്തെ സമൂഹത്തിൽ സത്യസന്ധതയെ പൂർണ്ണമായി ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യസന്ധത ഉൾക്കൊണ്ട് ആത്മാർത്ഥമായി ജോലി ചെയ്യുവാൻ നിയുക്തരായവരാണ് നഴ്സുമാരെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്വാമി അനഘാമൃത ചൈതന്യ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മഹത്തായ ഭാരതീയ സംസ്കാരവും പാരമ്പര്യവും തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ സ്നേഹവും കാരുണ്യവും സമൂഹത്തിന് നൽകാൻ കഴിയൂ എന്ന് സ്വാമിജി അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. ചടങ്ങിന്റെ ഭാഗമായി ഉന്നത മാർക്ക് നേടിയ നഴ്സിംഗ് വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഒപ്പം അമൃത ആശുപത്രിയിൽ വർഷങ്ങളായി സേവനമനുഷ്ഠിക്കുന്ന മുതിർന്ന നഴ്സുമാരെയും ചടങ്ങിൽ ആദരിച്ചു. ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഉമാദത്തൻ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ, അമൃത കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ KT മോളി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ലാബ് ടെക്നീഷ്യന്മാരെ റിക്രൂട്ട് ചെയ്യുന്നു. രാജ്യത്ത് പുതുതായി നിർമ്മിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ, നിലവിലെ വിവിധ ആശുപത്രികളുടെ വികസനാവശ്യങ്ങൾ എന്നിവ പരിഗണിച്ച് സാങ്കേതിക വിദഗ്ധരുടെ കുറവ് നികത്തുന്നതിനായി ആരോഗ്യ മന്ത്രാലയം 3 കമ്പനികളുമായി കരാർ ഒപ്പുവച്ചതായി അസിസ്റ്റന്റ് മെഡിക്കൽ ലാബ്സ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് മുറാദ് അറിയിച്ചു. ഇന്ത്യ, ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ജീവനക്കാരെ തെരഞ്ഞെടുക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ബിരുദം ഉള്ളവരെ ലാബ് ടെക്നീഷ്യന്മാരായും ഡിപ്ലോമക്കാരെ രോഗികളിൽ നിന്ന് രക്തം എടുക്കുന്നവരായുമാണ് നിയമിക്കുക എന്നും ഡോക്ടർ മുഹമ്മദ് മുറാദ് പറഞ്ഞു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമിത മാനസിക സമ്മർദ്ദം പ്രമേഹത്തിന് കാരണമാകുന്നുവെന്ന് ഇന്ത്യൻ ഗവേഷകർ. HIV-ക്ക് മരുന്ന് കണ്ടെത്താനുള്ള പരീക്ഷണങ്ങളിൽ നിർണായക വഴിത്തിരിവ്. വൈറസുകളുടെ വ്യാപനം തടയാൻ കഴിയുന്ന ആന്റിബോഡി കണ്ടെത്തി. ആരോഗ്യ മേഖലയിൽ മാറ്റങ്ങൾക്ക് തുടക്കം. സമഗ്ര ആരോഗ്യ പദ്ധതി സുപ്രധാനമായ 2 മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrthatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrthatv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ ഇനി നാളെ ഉച്ചയ്ക്ക് 1:30 കാണാം. അല്പസമയത്തിനകം സ്പോട്ട് ന്യൂസ്. നമസ്കാരം.